പോയിട്ടോ. അതിൽ പോയിട്ട് അപ്പയുടെ കൂടെ ഒരു വണ്ടി വന്നു. എന്നിട്ട് ആ വണ്ടിക്ക് അതൊരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടിയുടെ അകത്താണ് നമ്മുടെ ഫ്രിഡ്ജ് എന്ന പെട്ടി വന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പുതിയ ഫ്രിഡ്ജ് വരുമെന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്രിഡ്ജ് അടുക്കളയിൽ പോയി സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ അൺബോക്സ് ചെയ്ത ഫ്രിഡ്ജ്. അപ്പോ കണ്ടില്ലേ, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് കണ്ടിട്ട് നല്ല രസമില്ലേ? മട്ടൻ കറിയുള്ള സാധനമൊക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. അപ്പോ പിന്നെ നമുക്ക് ഇവിടെ ഫുള്ള് സാധനങ്ങൾ വെക്കാം. പിന്നെ ഈ തട്ട് വെക്കാം, ഈ തട്ട് വെക്കാം, ഈ തട്ട് വെക്കാം. പിന്നെ ഇത് നമുക്ക് വെജിറ്റബിൾ ഒക്കെ ഇട്ട് വെക്കാം. ഇതിൻ്റെ അകത്താണ് മാനുവലും അതൊക്കെ ഉള്ളത്. അതൊക്കെ നമുക്കാണെങ്കിൽ പൊട്ടിച്ച് നമുക്കാണെങ്കിൽ അതിൻ്റെ അകത്തുള്ളതൊക്കെ നോക്കാം. എന്തെങ്കിലും ഇത് ട്വിൻ കൂളിംഗ് ആണ് ഇതിനുള്ളത്. ഇത് ഈ ബോക്സ് ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് പൊളിച്ച് നോക്കാം. ഇവിടെയൊക്കെ ഇവര് നന്നായിട്ടായിട്ട് കവർ ചെയ്ത് വെച്ചേക്കുന്നത്. കുറച്ച് പാടാണ്. നല്ല വെൽ കവേർഡ് ആണ്. അപ്പൊ ഇതാണ് സംഭവം. ഇതിലൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് നമ്മുടെ റെഫ്രിജറേറ്റർ ഉണ്ട്. വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ യൂസർ മാനുവൽ ഉണ്ട് കേട്ടോ. ഉണ്ടോ? നമുക്ക് നന്നായിട്ട് വായിക്കണം. പിന്നെ ഈ ബോക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഈ ബോക്സിനായിട്ട് വേറൊരു ബോക്സ് ഉണ്ടായിരുന്നു. ഇത് അത് നമുക്ക് തുറന്നു നോക്കാം. ഇത് നമ്മുടെ ഐസ് സെറ്റാക്കുന്ന ഐസ് ബോക്സ് ആയിട്ട്. ഇതെല്ലാം നല്ല വെൽ പാക്ഡ് ആട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വെൽ പാക്ഡ് തന്നെയാണെങ്കിൽ അത്രയും നന്നായിട്ട് കേട് കൂടാതെ ഇരിക്കും. ഇതാണ് നമ്മുടെ ഐസ് ബോക്സ്. ഇത് പൊളിക്കാം. ഇവിടെ 18 ട്രേ ഉണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാവേ.
ഇറച്ചിയും മീനും ഒക്കെ വെക്കുന്നത് കേട്ടോ. അതല്ലേ ഇങ്ങനെ ഒരു സാധനം ഇരിപ്പുണ്ട്. അതെന്താണെന്ന് നോക്കാം. അപ്പൊ ഇതാണെങ്കിൽ എനിക്ക് നല്ല വീട്ടാണ്, എനിക്ക് ഇത് എടുക്കാൻ പറ്റുന്നില്ല. ഇന്ന് വന്നു കഴിഞ്ഞാൽ ഫുൾ പാക്ക് ആണ് കേട്ടോ. ഈ ഫ്രിഡ്ജ് കൊണ്ടുവന്നവര് പറഞ്ഞത് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ഫ്രിഡ്ജ് ഓൺ ആക്കിയാൽ മതി എന്നാണ്. അപ്പൊ ഇപ്പൊ 6 മണിക്കൂറായി. അപ്പൊ നമുക്ക് ഈ ഫ്രിഡ്ജ് ഒന്ന് ഓൺ ആക്കാം. ഈ ഫ്രിഡ്ജ് ഇൻവേർട്ടറിലും വർക്ക് ചെയ്യും കേട്ടോ. പിന്നെ ഇതിന് ട്വിൻ കൂളിംഗ് ടെക്നോളജിയാണുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ് തന്നെയായിട്ട് നമുക്ക് ഓഫ് ചെയ്തിടാം, ഫ്രീസർ തന്നെയായിട്ട് നമുക്ക് ഓഫ് ചെയ്തിടാം. ഇതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് കുറച്ചും കൂട്ടിയും ഒക്കെ ഇടാം. ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചറും ഫ്രീസറിൻ്റെ ടെമ്പറേച്ചറും നമുക്ക് ആവശ്യമനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇടാം. ഇതിലൊരു വെക്കേഷൻ മോഡ് ഉണ്ട്. അതാണ് ആ പ്ലഗിൻ്റെ സിമ്പിൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രീസർ മാത്രം വർക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജ് ആണെങ്കിൽ ചെറിയൊരു ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യും. നമ്മുടെ ഫ്രിഡ്ജ് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോ ലൈറ്റൊക്കെ കണ്ടില്ലേ, നല്ല രസമാണ്. ഇനി നമുക്ക് ഫ്രീസർ തുറക്കാം. സോ ഇത് നമുക്ക് ഇതൊക്കെ നടക്കണം. നല്ല ഫ്രൂട്ട്സും ഐസ്ക്രീമും ജ്യൂസൊക്കെ വെച്ച് എനിക്ക് ഇത് നടക്കണം. അത് അപ്പനോട് തന്നെ പറയാം. അപ്പൊ